ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ കൊള്ളി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പൊ അതിന്റെ വ്ളോഗിലേക്ക് പോവാം ഗായ്സ്. അപ്പൊ നമുക്ക് ഇനി കൊള്ളി ഫുള്ള് ചെത്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മളെ അമ്മാമ്മോടൊന്ന് പറിച്ചു കൊടുക്കുന്ന കൊള്ളിയാണ് ഗായ്സ്. എല്ലാവരും വ്ളോഗ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലീൻ ആക്കിക്കോ. അപ്പൊ ഗായ്സ് നമ്മൾ അതിന്റെ കൊള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ആരാ ചേട്ടൻ? രാത്രി വയ്യാട്ടോ, കണ്ണാട പൊട്ടിക്കല്ലേട്ടോ. അപ്പൊ ഗായ്സ് നമ്മൾ കൊള്ളി ഫുള്ള് നന്നാക്കി അതിൻ്റെ ഉള്ളിൽ ഇനി നമുക്കിത് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം ഗായ്സ്. കുക്കറിലടിക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാം. ഉപ്പിടാം. നിനക്ക് ക്യാമറയിൽ കാണാനോ? ൂറ്റിയെടുക്കാനാണ് അപ്പൊ നല്ല വെള്ളം കുക്കർ അടയ്ക്കാം. നമുക്കിത് വെക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം. ഗായ്സിന് നമുക്ക് മല്ലിയില എന്താ നാട്ടില് ഇതിനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി അരിയാം. പിന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം. കലാമീരുന്ന് അരിയുന്നുണ്ട് ഗായ്സ്. ഗായ്സ് അപ്പൊ നമ്മള് വെളുത്തുള്ളി ഇനി കല്ല് വെച്ചിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും മല്ലിയിലയും പുതിനയിലയും നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ട് നമുക്ക് ഇഞ്ചിയും കൂടി അതിലിട്ടിട്ട് ചതയ്ക്കാം. പറയേ സവോള അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് കട്ടി കുറച്ചിട്ട് അരിയുണ്ട്. സവോള നോക്കിയെടുക്കാം നമുക്ക്. ഒരു 4 സവോള എടുത്ത് കണ്ണു മുറിയിട്ട് വയ്ക്കാം. അങ്ങനെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിച്ചു, പിന്നെ കരിവേപ്പിലിട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ നമ്മൾ സവോളയും കൂടി ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു തക്കാളി ഇല്ലേ, ഒരു തക്കാളി കൂടി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലത്തെ വെള്ളം ഊറ്റി അങ്ങോട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ വാഷർ അങ്ങോട്ട് ഊരിയെടുത്തിട്ടേ അങ്ങോട്ടുണ്ടല്ലോ ഊരിയെടുത്തിട്ട് അടച്ചിട്ട് അങ്ങോട്ട് ചില്ലി ഊറ്റിയാൽ മതി. അപ്പോൾ അതങ്ങോട്ട് വെള്ളം മുഴുവൻ പോയി കിട്ടുവേ. നമുക്ക് ഒരു കയ്യിലിട്ടിട്ട് ഉടച്ചെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കണേ. കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. നല്ല വെന്തുടഞ്ഞാണ്. പൊടിയിടാറായി. ഇനി വെള്ളണ ഇട്ടോ പൊടി ഇട്ടോ. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ടേ. അപ്പം നമുക്കൊരു
1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയുടെ 1.5 ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇടാം കേട്ടോ. തിളക്കി കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറുണ്ട് കേട്ടോ. പിന്നെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടു കേട്ടോ. അത് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു തക്കാളി എരിഞ്ഞ് വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി പേസ്റ്റ് പോലെ ആക്കുക. പിന്നെ നമുക്ക് ഒരു മുറി നാളികേരം ചിലവിതിടാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ 2 ഭാഗത്തേക്കും പകഞ്ഞ് വെച്ചിട്ട് നമ്മൾ കൊള്ളി വേവിച്ച് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം. കൊട്ടി കൊടുക്കണ്ട. മൊത്തം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മീതെ കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച്. എന്നിട്ട് നമ്മൾ ഈ മസാല വകഞ്ഞ് വെച്ചില്ലേ അത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് മൂടി കൊടുക്കുക. മൂടി കൊടുത്തിട്ട് കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് മൂടി കൊടുക്കുക. നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. നല്ല ആവി വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അടുപ്പിന്ന് ഇറക്കിട്ടോ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ നമ്മുടെ കൊള്ളി ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ കൊള്ളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ആവി പറക്കുന്ന ചൂടാണ്. എങ്ങനെയുണ്ട്? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.